ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നേക്കുന്നത് മീൻകറി ആയിട്ടാണ്. മാങ്ങയിട്ട മീൻകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ നല്ല പുളിയുള്ള മാങ്ങ ഒരെണ്ണം ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് അയല ഇട്ടിട്ടാണ്. മീനെടുത്തേക്കുന്ന അയലയാണ്. നമുക്ക് വേണമെങ്കിൽ മത്തി വേണമെങ്കിൽ അതെടുക്കാം, ചെറിയ മീനൊക്കെ എടുക്കാം. അപ്പം ചട്ടിയിലേക്ക് നമുക്ക് ഇതിന് വേണ്ട മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഏകദേശം ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളത്തിൽ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. മീനും മാങ്ങയും വേവാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചെറുതായി മുറിച്ച് വെച്ചേക്കുന്നതാണ്. ഏകദേശം ഒരു 3 മീനേ ഞാൻ എടുത്തിട്ടുള്ളൂ. എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. പുളിക്കനുസരിച്ച് മാങ്ങ എടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കി അതിലേക്ക് ചട്ടി വെക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്ക് ഗ്രേവി വേണ്ട അനുസരിച്ചുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരയ്ക്കാം. അപ്പം നന്നായി തേങ്ങ അരഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കണം. അതൊരു 4 ചെറിയുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചെറുത്. അപ്പം അത് ഒരുപാട് അങ്ങ് അരയണ്ട. അതാണ് ഞാൻ തേങ്ങ കുറച്ച് അരഞ്ഞ് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീനും മാങ്ങയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അരപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഇളക്കരുത്, മീനൊന്നും ഉടഞ്ഞു പോകരുത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇട്ടിട്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. ഞാൻ വീണ്ടും ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം നല്ല തിള വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഇതിന് മുമ്പ് മീൻകറി വെച്ചിട്ടുണ്ട്, മുളകിട്ട മീൻകറി വെച്ചിട്ടുണ്ട്. അയലക്കറി തന്നെയാണ് മുളകിട്ടത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.